ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആനച്ചമയം കാണാൻ വേണ്ടി പോയൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇത് നമ്മൾ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്തൊരു വ്ളോഗല്ല. പക്ഷേ ആ ചമയത്തിന് കയറിയതിന് ശേഷം എനിക്ക് തോന്നി ഈ ഒരു വ്ളോഗ് എടുത്ത് നിങ്ങൾക്കും കൂടെയും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ എടുത്തൊരു വ്ളോഗാണിത്. അപ്പോൾ നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം നമ്മൾ ഭാരതിക്കാണ് പോയത്. അങ്ങനെ ആശ അവിടെ നിന്ന് ഊണാണ് കഴിച്ചത്. അവിടെ പാലട പൈസ ആയിരുന്നു ഒന്ന്. അതേപോലെ തന്നെ ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. പിന്നെ അതേപോലെ അവിടെ നിന്ന് ഞാനൊരു ബദാം മിൽക്കും കുടിച്ചു. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ബദാം മിൽക്ക്. പൂരായിട്ട് നല്ല തിരക്കായിരുന്നു ടൗണിൽ. അങ്ങനെ നമ്മൾ ചമയത്തിന് കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ബാക്കിൽ കൂടെയാണ് കയറിയത്. കാറ് വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കുഴി ഉണ്ടായിരുന്നു. അങ്ങനെ കാല് തട്ടി വീഴാൻ പോയൊരു ഭാഗമാണിത്. അങ്ങനെ നമ്മൾ ആദ്യം പാറമേക്കാവിൻ്റെ ചമയമാണ് കാണാൻ വേണ്ടി കയറാൻ പോയത്. അങ്ങനെ നമ്മൾ കയറി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചമയം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൊടകളായാലും എല്ലാതും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗായിട്ട് ഇത് ഷെയർ ചെയ്തത് നിങ്ങൾക്കും. ആദ്യമായിട്ടാണ് ഞാനിത് കാണണത്. നല്ല ഭംഗിയുണ്ട്. അവരുടെ ഓരോ കൊടകളായാലും എല്ലാതും നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും നമ്മൾ പൂരത്തിൻ്റെ കുറച്ച് കൊടകളും കാര്യങ്ങളാണ് അവരോട് വെച്ചിട്ടുള്ളത്. മെയിൻ നമ്മുടെ കുടമാറ്റത്തിലാണ് അവർ എടുക്കുക. അപ്പോൾ ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ആനേൻ്റെ നെറ്റിപ്പട്ടങ്ങളും അതേപോലെ തന്നെ അവരുടെ മേത്തിടുന്ന ഓരോ സാധനങ്ങളും കൊടകളായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മിനിയേച്ചർ ഉണ്ടായിരുന്നു. പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെ ഒക്കെ മിനിയേച്ചറുകൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുന്നത്. അതെന്തോ ചിരട്ട പോലത്തെ എന്തോ ഒരു മെറ്റീരിയലും അവർ ചെയ്തു വെച്ചേക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. പിന്നെ അവർ ദൈവത്തിൻ്റെ ഈ ഹനുമാൻ്റെ അങ്ങനത്തെ ഒക്കെ കുറേ പ്രതിമകളുണ്ടായിരുന്നു. കൊടകളൊന്നും ഒരു രക്ഷയില്ല. അതുപോലത്തെ വർക്കുകളാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഷെൽ വർക്കായിട്ടും ബീഡ് വർക്കായിട്ടും എംബ്രോയ്ഡറി വർക്ക്, അങ്ങനെ പലതരം വർക്ക്. അതേപോലെ മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നത്. സാറ്റിൻ അതേപോലത്തെ നല്ല മെറ്റീരിയലിന് അവർ ഇതിങ്ങനെ ഇരുന്ന് നെയ്തെടുത്തത്, അതാണ് ഏറ്റവും വലിയൊരു സംഭവം. കാരണം അത്ര ഭംഗിയിൽ അവർ ആ ഒരു എഫേർട്ട് ഇട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ എക്സിബിഷന് വരണമെങ്കിൽ കൂടെ ഈ ഒരു സംഭവം കൂടിയും പോയി കാണാൻ നോക്കാം. മാക്സിമം എല്ലാവരും മിക്കവരും കാണുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് കയറി കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കൂടെ കാണിച്ചു തരണമെന്ന് തോന്നി. കാരണം അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓരോ കൊടകളായാലും നമ്മൾ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് കാണാത്തവർക്കും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് ഇതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാതും കാണാൻ വേണ്ടി. അതുപോലെ ഒരേ കളർ കോമ്പിനേഷൻ ആയാലും നല്ല ഭംഗിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടി അടിപൊളി കുടകളാണ് നമ്മുടെ കുടമാറ്റത്തിന് അവർ ഉയർത്താൻ പോണ കുടകൾ എന്ന് പറയുന്നത്. ഈ ഒരു വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രാജസ്ഥാനി ആ ഒരു വർക്കിൻ്റെ ഒക്കെ ആ ഒരു മോഡലാണ്. അതേപോലെ തന്നെ ഇങ്ങനെ 2 രൂപങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കണ്ണ് നിറയെ കാണാൻ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പാറമേക്കാവിൻ്റെ ഇവർ ഈ കുട സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പ് ലെയറായിട്ട് ആ കുടകൾ ഇങ്ങനെ നിരത്തിയിരിക്കണം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ ആൽമരത്തിൻ്റെ അടിയിലൊന്നും നല്ല വെയിലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ അവരുടെ ആ പറമ്പിൻ്റെ ആ ഭാഗത്ത് തന്നെ ആനേനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. 2 ആന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പോയി. അപ്പോൾ അവിടെ നിന്ന് 2 ആളും പട്ട തിന്നിയിരുന്നു. ബാക്കിയുള്ള ആനകൾ വേറെ എവിടെ എങ്ങാണ്ടായിരുന്നു. അങ്ങനെ അവർ 2 ആളെയും ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇനി കൗസ്തുഭത്തിക്കാണ് പോയത്. ബാക്കിയുള്ള തിരുവമ്പാടിയുടെ ചമയം കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ ആനേൻ്റെ ഫ്രണ്ടിൽ വെക്കണ ഈ ഒരു സംഭവം ഇരിക്കുന്നുണ്ടായിരുന്നു. അതും അവർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ കാരണം പാറമേക്കാവിൻ്റെ അവിടെ വെച്ച് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവരുടെ ഈ ഒരു മിനിയേച്ചർ നല്ല അടിപൊളിയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം അതോടെ നോക്കിയിരുന്നു. കാരണം അവർ കൊടുത്തേക്കുന്ന ആ ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാതായാലും നല്ല ഭംഗിയുണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി സാധനമായിരുന്നു ഈ ഒരു മിനിയേച്ചർ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കുടയായാലും 2 ആളും ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ എനിക്ക് കൂടുതൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇഷ്ടമായത് എനിക്ക് പാറമേക്കാവിൻ്റെയാണ്. അവിടെ അവർ ആ കുടകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മിനിയേച്ചറും ഉണ്ടായിരുന്നു. ഈ കോടയമത്തെ വർക്കുകളായാലും ഒക്കെ അടിപൊളിയായിരുന്നു.
അവരുടെ ഒരേ ദേവികളുടെയും അങ്ങനത്തെ ഒരേ സാധനങ്ങളായിരുന്നു ആ കുടയം ഉണ്ടായിരുന്നത്. ഇതൊക്കെ പിന്നെ ആനേൻ്റെ മാലയും അങ്ങനത്തെ സാധനങ്ങളാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല എന്തൊക്കെയാണെന്ന്. ഈ ആനകളുടെ നെറ്റിപ്പട്ടും പിന്നെ മെയിൻ ആനേൻ്റെ ആ ഒരു നെറ്റിപ്പട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരുടെ ആ ഒരു വീക്ഷണ സാധനവും പിന്നെ ഇതിൽ അവരെന്തോ പൈസ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ നല്ല കാണിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല അതെന്താ സംഭവം എന്ന്. പിന്നെ ഇവിടെ ഒരു കൃഷ്ണൻ്റെ അവരുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ചെയ്തേക്കുന്ന ഈ കുറേ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഒരേ അവരുടെ ദേവികളുടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിവിടെയും കുറേ കുടകളുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു രൂപം ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ചെയ്ത് വെച്ചേക്കണ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഈ 2 കുടകളും ഇങ്ങനെ ഒരു ലെയർ ചെയ്ത് ഇങ്ങനെ ആ സെയിം കുടകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുങ്ങളും അവരുടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒക്കെ രൂപങ്ങളായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് എൻ്റെ എത്തുമ്പോൾ വേറെ 2 രൂപങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതും ചെയ്ത് വെച്ചേക്കാൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് അതുമ്പോൾ തൊടാൻ പാടില്ല ശരിക്കും, പക്ഷേ അതിൻ്റെ അടുത്ത് പോയി നിന്ന് നമുക്ക് നല്ലോണം അതിനെ നോക്കാൻ തോന്നും അവർ ചെയ്ത് വെച്ചേക്കണ വർക്കുകൾ. മൊത്തത്തിൽ 2 പറമേക്കാവിൻ്റെയും നമ്മുടെ തിരുവമ്പാടിയുടെയും ഈ ചമയ പ്രദർശനം നല്ല അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ട് എല്ലാതും കാണാൻ വേണ്ടിയിട്ട്. ഇതിനെക്കാട്ടി അടിപൊളി സാധനങ്ങളാവും ഇനി പൂരത്തിന് അവരെടുക്കാൻ പോണത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് മീനും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ മീൻ കടയ്ക്കാണ് പോയത്. അങ്ങനെ ഇവിടെ കുറേ മീനുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ കുറച്ച് വീഡിയോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം ഇതുവരെ ചമയം കാണാത്തവരൊക്കെ പോയി ചമയം കാണാം, എക്സിബിഷന് കയറുന്നതിൻ്റെ കൂടെ ഇതും കയറി കാണാം. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നല്ല ആർട്ട് വർക്കുകളാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്തത്. പിന്നെ ഈ മീനിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, തലയിൽ ആ ഒരു പൊന്തി മീൻ. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പോയി എക്സ്പീരിയൻസ് ചെയ്യാം, മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.